ഞാൻ അനു രഞ്ജിത്ത്, സൈക്കാട്രിക് കൗൺസിലർ. ടെൻഷൻ അഥവാ സമ്മർദ്ദം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു അനുഭവമാണ് അല്ലേ. എല്ലാവരും തന്നെ ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ലോകത്ത് അല്ലേ. അപ്പോൾ വിവിധ സാഹചര്യങ്ങളും അതുപോലെ പൊരുത്തപ്പെടലുകളും പരിമിതികളും ഒക്കെ ആയിരിക്കും ഈ സമ്മർദ്ദം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഷൻ ശരിക്കും ഒരു മാനസികാവസ്ഥയാണ്. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഗുരുതരമായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ടെൻഷൻ എന്നൊരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുന്നു അല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം. ഇപ്പം നമ്മൾക്ക് ലക്ഷ്യങ്ങൾ നിറവേറാൻ സാധിക്കാതെ വരിക, ജോലിയിൽ ഉന്നതമായിട്ടുള്ള നമുക്ക് ഗോൾസ് ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു സമ്മർദ്ദം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ജോലിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലിയിൽ കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇന്നത്തെ ഒരു പ്രൈവറ്റ് ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ജോലി വരെ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ അത് ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ വർക്ക് ലോഡ് കൊണ്ട് ഒത്തിരി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ അപ്പുറത്തുള്ള വർക്ക് ലോഡ് നമുക്ക് തരുമ്പോൾ അത് നമ്മളിലേക്ക് ഒത്തിരി വിഷമങ്ങളും അതുപോലെ തന്നെ മുതിർന്ന നമ്മളുടെ മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റവും അവരുടെ ഹറാസ്മെൻറ്റും ഒക്കെ നമ്മൾക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണമാകും. രണ്ടാമത്തത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ. ഇപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ടെൻഷൻ ഉണ്ടാകാനുള്ള സാഹചര്യമായി വരാറുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയോ എന്തെങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ സഡൻ നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുക, പ്രശ്നങ്ങളുണ്ടാകുക, ഇതൊക്കെ നമ്മൾക്കുണ്ടാകാനുള്ള കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ. കുടുംബത്തിൽ നമുക്ക് കടവും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ചിലവ് വന്നാൽ ഇനി എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു ലോണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്നപ്പെടുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും അത് അടച്ചു തീർക്കണമല്ലോ, തീർത്തില്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പോൾ അതൊരു ടെൻഷനായിട്ട് വരാറുണ്ട്. പിന്നെ പഠന സംബന്ധമായ സമ്മർദ്ദം. പലപ്പോഴും പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്കാണെങ്കിലും പേരൻസ് അത് ആലോചിച്ച് എൻ്റെ കുട്ടി വേണ്ടത്ര പഠിക്കുന്നില്ല, ഞാൻ എന്ത് സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്താലും അവനത് വിനിയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു ടെൻഷൻ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും പരീക്ഷാ സമ്മർദ്ദം. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പഠിക്കാതിരിക്കും മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് എഴുതിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവ്. പിന്നെ എനിക്ക് ആഗ്രഹിച്ച അത്രയും ഫലം കിട്ടുമോ എന്നുള്ളൊരു ഭയം. പിന്നെ പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ ദൈവമേ ഞാൻ ആഗ്രഹിച്ച മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ലഭിക്കാതെ വരുമ്പോൾ ഉള്ള ഒരു മനോവിഷമം. ചില കുട്ടികളൊക്കെ പ്രതീക്ഷിച്ച അത്രയും മാർക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു പക്വതയില്ല. എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യണം എന്നുള്ള ഒരു പക്വതയില്ലായ്മ വളരെയേറെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ടെൻഷൻ കൊണ്ട് ചിലപ്പം സൂയിസൈഡ് ടെൻഡൻസി വരെ കാണിച്ചെന്ന് വരാം. പിന്നെ അധ്യാപകരുടെ അടുത്തുള്ള സമ്മർദ്ദം. ചില കുട്ടികൾ പറയാറുണ്ട്, അധ്യാപകർ വന്ന് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കാണിക്കുന്നു. ചില കുട്ടികളെ ഭയങ്കര ഇഷ്ടം, ചില കുട്ടികളെ ഇഷ്ടമല്ല, അങ്ങനെ കാണിക്കുന്നു. അതുപോലെ പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയും, പഠിച്ച് കറക്റ്റായിട്ട് തീർത്തില്ലേ വഴക്ക് പറയും, നോട്ട് എഴുതിയില്ലേ വഴക്ക് പറയും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയേണ്ട ഒരു പ്രധാന കാരണം ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള പെട്ടെന്ന് പഠിച്ച് തീർക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. അത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പിന്നെ അടുത്തുണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ സാമൂഹിക സമ്മർദ്ദം, സോഷ്യലായിട്ടുള്ള സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി. മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കാളും എനിക്ക് അത്ര എത്താൻ പറ്റുന്നില്ല. ചില ആളുകൾക്കുണ്ട് അങ്ങനെ. നമ്മൾ വിചാരിച്ച് നമ്മളെക്കാളും പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ താഴ്ന്നു നിന്നിട്ട് പെട്ടെന്ന് കയറിപ്പോകുന്നു. അല്ലെങ്കിൽ പൊസിഷനിലൊക്കെ നോക്കുമ്പോൾ ഞാനാണ് വലുത്, പക്ഷെ അവരുടെ അത്രയും സാമ്പത്തിക സ്ഥിതി എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ, അവരത് വാങ്ങിച്ചു, അപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ള അയൽവക്കംകാരുമായിട്ടുള്ള ബന്ധം, നമ്മൾ സമൂഹമായിട്ടുള്ള ബന്ധം മോശം നിലയിലാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ എത്തുമ്പോൾ പരിചയക്കുറവ് കൊണ്ട് ഒക്കെ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സമൂഹത്തിൽ പുതിയ ഇതൊക്കെ എത്തുമ്പോൾ അവിടെ, അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആ റൂൾസും റെഗുലേഷൻസൊക്കെ പാലിക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ടെൻഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അടുത്തത്, നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനസികാരോഗ്യ അവസ്ഥയാണ്. അപ്പം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതുകൊണ്ടാകും, ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും. അപ്പോൾ ശരീരവും മനസ്സും നമ്മൾക്കുണ്ടാകുന്ന ഈ വിഷമങ്ങളെ അത് പുറം തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സിംറ്റംസ് കാണിച്ചു തരും. അങ്ങനെ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ സിംറ്റംസും അതുപോലെ തന്നെ മെൻ്റൽ സിംറ്റംസുമായിട്ട് നമുക്ക് ഇതിനെ നോക്കാം. ഫിസിക്കൽ സിംറ്റംസിൽ വരുന്നതാണ് ശരീര ലക്ഷണങ്ങൾ ചിലത് കാണിക്കും. ശരീരത്തിൽ നമ്മൾ തന്നെ കാണിക്കും. അത് ഇടയ്ക്ക് തലവേദന, നമ്മൾ പറയില്ലേ, ഇന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് തലവേദന കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാം, അതുപോലെ തന്നെ ബിസിനസ് ഉണ്ടാകാം, അതുപോലെ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകാം. പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ഉറക്കക്കുറവ്, അതുപോലെ ഉറക്കം നല്ലപോലെ ഉറങ്ങുകയാണെങ്കിലും ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക, പെട്ടെന്ന് ഞെട്ടി ഉണരുക, അതുപോലെ തന്നെ ഹൃദയം പാൽപിറ്റേഷൻ വളരെ കൂടുതലായിട്ട് തോന്നുക, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുപോലെ വയറിന് ഇടയ്ക്കിടയ്ക്ക് വേദനയും എരിച്ചിലും ഒക്കെ ഉണ്ടാകുക. ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പിന്നെ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ മനോവിഷമം, അതുപോലെ വിഷാദം, ഉത്സാഹമില്ലായ്മ, അസ്വസ്ഥത, നിരാശ, ശ്രദ്ധക്കുറവ്, ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ശ്രദ്ധിക്കാതെ പോവും. അല്ലെങ്കിൽ നമ്മൾ കറിക്കൊക്കെ അരിയുമ്പോൾ കൈ മുറിക്കും, അതുപോലെ എഴുതുമ്പോൾ തെറ്റിപ്പോവുക, വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി റൂട്ട് മാറിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തെറ്റിദ്ധാരണ, നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാത്തിനെയും സംശയിച്ചെന്ന് വരാം. അപ്പോൾ ഇതൊക്കെയാണ് മാനസിക ലക്ഷണങ്ങൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് എങ്ങനെ ഇതിന് പ്രതിവിധി ഇല്ലാതെ ഇരിക്കുമോ? ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ കാര്യം ടെൻഷൻ ഉണ്ടാകുന്നതിന് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ആത്മസംയമനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധ്യാനിക്കുക, യോഗ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അത് മനസ്സിനെ ശാന്തമാക്കാനും ശരീരം നല്ല ഓക്സിലേറ്റഡ് ആകാനും. അപ്പോൾ ശരീരം നമ്മൾ യോഗയൊക്കെ ചെയ്യുമ്പോൾ, പ്രാണായാമമൊക്കെ ചെയ്യുമ്പം ശരീരം നല്ലപോലെ ഓക്സിലേറ്റഡ് ആവും. അപ്പോൾ നമ്മളുടെ എല്ലാ ദ്വാരങ്ങളും തുറന്ന് അതിലൂടെ വായു സഞ്ചാരം അല്ലെങ്കിൽ ബ്രെയിനിലേക്കൊക്കെ നല്ലപോലെ രക്തഓട്ടമൊക്കെ കൂടി കഴിയുമ്പോൾ ടെൻഷൻ വളരെ കുറയുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ സംയമനം പാലിക്കുക. നമ്മൾക്ക് ശാന്തത നിലനിർത്താനായിട്ട് മനസ്സിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്രക്രിയ. അപ്പം നമ്മൾക്കിപ്പം നല്ല ടെൻഷൻ കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുക, ഇപ്പം ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ ടെൻഷൻ മാറുമായിരിക്കാം. ചിലപ്പോൾ എല്ലാത്തിനും പ്രതിവിധി കണ്ടെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും, ടെൻഷനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുക, മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശീലിക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ സപ്പോർട്ട്, സാമൂഹിക പിന്തുണ. അത് സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഇത് പറ്റുന്നില്ല, എനിക്ക് ആരുടെയും സഹായം വേണമെന്നുണ്ട്, അവിടുന്ന് മാറണം, അപ്പോൾ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ അടുത്തോ ഒരു മാനസിക പിന്തുണ തേടാനായിട്ട് അവരോട് സംസാരിക്കുക.
പിന്നെ ശാരീരികമായിട്ടുള്ള പരിചരണം വളരെ അത്യാവശ്യമാണ് ടെൻഷൻ കുറയ്ക്കാനായിട്ട്. നിത്യേന നമ്മളെ കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് ശരീരത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ നല്ലപോലെ ഉൽപ്പാദിപ്പിപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾക്ക് ന്യൂറോ ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് നടക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും കൂടുതലായിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നതായിട്ട് കാണാം. പിന്നെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വിശ്രമം എടുക്കുക. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട കുറച്ച് സമയം നമ്മൾ വിശ്രമം എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പോഷകാഹാരം നല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസിൻ്റെ ഒരു 85% നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ നല്ല സ്വാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുക. പിന്നെ അത് പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അടുത്തതായി ടൈം മാനേജ്മെൻറ്റ്, സമയപരിധിക്കുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ആലോചിച്ച് സോർട്ട് ചെയ്ത് വെക്കുക. ആദ്യം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്ത് അതിന് മുൻഗണന കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് അടുത്തത്. അപ്പോൾ നമുക്കത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. ഏറ്റവും ആദ്യം നമുക്ക് മുൻഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വരുമ്പോൾ നമുക്കത് ടെൻഷൻ കൂട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമുള്ള ജോലികളൊക്കെ ആദ്യം തിരഞ്ഞെടുത്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പരിമിതി, നമുക്ക് ചെയ്യാവുന്ന ജോലികൾക്ക് ഒരു പരിമിതിയൊക്കെ ഒരു സമയമൊക്കെ നിശ്ചയിച്ച് അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകുന്നു, നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾക്കുണ്ടാകുന്ന ആശങ്കകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകും എന്നുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് അതിനൊരു പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ സമയമൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ, പ്രധാനമുള്ള ജോലികളൊക്കെ ആദ്യം ചെയ്യുക. നല്ലപോലെ എക്സസൈസ് ചെയ്യുക, യോഗയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ടെൻഷനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദിവസത്തിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നല്ല ബുക്സൊക്കെ വായിക്കുക. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ പോവുക. പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നല്ല പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. അങ്ങനെ കലാപരമായിട്ടുള്ള ഉപാസനകളുള്ളവരാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ടെൻഷൻ കുറയ്ക്കാനായിട്ട്. പിന്നെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നത് ഒത്തിരി നല്ലതാണ്. സൂര്യപ്രകാശമൊക്കെ ശരീരത്തടിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും സ്ട്രെസ്സും ടെൻഷനും കൂടാം, അത് കുറയും. പിന്നെ ഏറ്റവും നല്ലൊരു ടെൻഷൻ കുറയാനുള്ളൊരു മാർഗം നന്നായിട്ട് ചിരിക്കുക. ചിരി വളരെ ടെൻഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് ചിരിക്കുക. ലാഫിംഗ് തെറാപ്പിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലാഫിംഗ് തെറാപ്പിയൊക്കെ ചെയ്യുന്നതും പരിശീലിക്കുന്നതുമൊക്കെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് വളരെയേറെ പ്രയോജനം ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിനെ ശാന്തമാക്കാൻ ടെൻഷൻ ഉണ്ടെന്ന് ആദ്യം ബോധ്യപ്പെടുക. എനിക്ക് ടെൻഷനുണ്ട്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. കറക്റ്റ് സമയത്ത് എത്തണമെന്ന് വെച്ചാൽ അത് സാധിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അരമണിക്കൂർ മുന്നേ റെഡിയായിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾക്ക് ശരീരവും മനസ്സും ചില സൂചനകളൊക്കെ തരുമല്ലോ, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. തലവേദന, ഞാൻ പറഞ്ഞു, ദഹനക്കുറവ്, പാൽപിറ്റേഷൻ കൂടുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് നല്ല പാനിക് അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സസൈസൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തേടുക. അതും പറ്റുന്നില്ല, എനിക്കിതൊന്നും ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ, ഇപ്പം കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ വളരെ നല്ലതാണ്. ടോക്കിംഗ് തെറാപ്പിയൊക്കെ ഇതിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ നമുക്കൊരു വലിയ പ്രശ്നമല്ലാതെ മാറ്റിക്കൊണ്ടു പോകാം. ടെൻഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഇതും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമ്പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ആ ടെൻഷൻ വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനെ അഭിമുഖീകരിക്കാനുള്ള നല്ല രീതികളൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ആരോഗ്യത്തോടെയും ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യാനായിട്ട്
അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത മനസ്സ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ടെൻഷൻ വിമുക്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.